ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. മോൻ്റെ വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അവനങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞ് വളർച്ചക്കുറവുണ്ട്, അവന് മെഡിസിൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഭയങ്കര സങ്കടത്തോടെ വന്ന്. പിന്നെ എന്ത് പറയാൻ, പടച്ചോന് ചെയ്തതേലും നമുക്ക് ഇതാക്കാൻ പറ്റും. അള്ളാഹുവിനെ റസൂലിനെ വിചാരിച്ചിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മരുന്ന് കൊടുക്കാൻ തുടങ്ങി. അവന് മെഡിസിൻ കൊടുക്കുന്നവർ അവന് ഒരാഴ്ച കൂടുമ്പോൾ ഫിക്സ് വന്നുകൊണ്ടായിരുന്നു. പിന്നെ മാസത്തിലൊരിക്കൽ അങ്ങനെ വന്ന്. പിന്നെ ഇടയ്ക്ക് പനിയൊക്കെ വരും, ഇടയ്ക്കിടയ്ക്ക് പനി വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുമ്പോൾ അപ്പം തന്നെ. പക്ഷെ അവന് ഓരോ ദിവസം കഴിയുന്നോരം ഫിക്സ് കൂടിക്കൊണ്ട് പോയി. മെഡിസിൻ കൊടുത്തിട്ട് ഒരു ഗുണമില്ല. കാരണം രാത്രി 7 മണിക്കെങ്കിൽ രാവിലെ 7 മണിക്ക് തന്നെ കൊടുക്കും. അത്രയ്ക്ക് അവന് ഒരു മിനിറ്റ് പോലും തെറ്റാതാണ് മെഡിസിൻ കൊടുത്തുകൊണ്ടായത്. പക്ഷെ അവന് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതുകൊണ്ട് പനി വരുമ്പോൾ അപ്പം തന്നെ ഫിക്സ് വരും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കാട്ടിക്കും. പനി വരുമ്പോൾ അപ്പം തന്നെ ഹോസ്പിറ്റലിലും കൊണ്ടുപോകും. പക്ഷെ അവന് ഒരു വയസ്സിൽ നല്ല സംസാരിച്ചുകൊണ്ടായിരുന്നു. ഒരു വയസ്സ് തൊട്ട്, കാരണം ഒരു വയസ്സിലെല്ലാം നമ്മൾ ചെറുതായിട്ടല്ല സംസാരിക്കുന്നത്. അവന് ഒരു വയസ്സ് തൊട്ടേ സംസാരിക്കാൻ തുടങ്ങി. 2 വയസ്സാകുമ്പോൾ ഫുള്ള് സ്റ്റോപ്പായി, ഒന്നും പറയുന്നില്ല. ഒരു വയസ്സിൽ ബാപ്പ, ഉമ്മ, പിന്നെ അങ്ങനെ ആൻറ്റി അങ്ങനെ വിളിച്ചുകൊണ്ടായിരുന്നു. പിന്നെ അവന് 2 വയസ്സാകുമ്പോൾ ഫുള്ള് സ്റ്റോപ്പായി. ആദ്യമൊക്കെ ഞാൻ പറയുമ്പോൾ അവരെല്ലാവരും പറഞ്ഞു എന്നോട് അവന് സംസാരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇവന് ഫിക്സ് വന്നിട്ട് ഫുള്ള് സ്റ്റോപ്പായി. ഇപ്പോൾ 2 വയസ്സ് തൊട്ട് ചെറിയ അനക്കൊക്കെ ഉണ്ടായിരുന്നു, വായിലിങ്ങനെ ശബ്ദം ഉണ്ടാക്കും. പക്ഷെ ഇപ്പോൾ അവന് ഒന്നും പറയുന്നില്ല, ഉമ്മാന്നോ വാപ്പ ഒന്നും വിളിക്കുന്നില്ല. ഫുള്ള് സ്റ്റോപ്പായി, സംസാരമേ ഇല്ല. പിന്നെ എന്തെങ്കിലും അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം നടക്കുന്നതാണെങ്കിൽ, ഇഷ്ടപ്പെട്ട ആളെ കാണുകയാണെങ്കിൽ മാത്രം ചെറിയ ശബ്ദം ഉണ്ടാക്കും. ബാപ്പ വരുമ്പോൾ പോകുമ്പോൾ, പിന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ചെറിയ ശബ്ദം ഉണ്ടാക്കും. അല്ലാതെ അവനൊന്നും പറയുന്നില്ല. പക്ഷെ അവന് ഭയങ്കര എന്താ വെച്ചാൽ ഇറങ്ങി ഓടുന്നേയും, വണ്ടി വന്ന് ഇറങ്ങി ഓടുക, വണ്ടി ഒന്നും അറിയുന്നുണ്ടായിട്ടാ. പിന്നെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തപ്പോൾ വായിലിടും. ഒന്ന് ചൂടോ തണുപ്പോ ഒന്നും അറിയുന്നുണ്ടായിട്ടാ. പിന്നെ കറണ്ട് വന്നതോ പോയതോ അങ്ങനെയൊന്നുമില്ല. ഫുൾ ടൈം ലൈറ്റ് ഇട്ടിട്ട് വേണം, ഫാൻ ഇട്ടിട്ട് വേണം. കറണ്ട് പോയാൽ ഭയങ്കര വയലൻ്റാകും, നല്ല തച്ച് പൊളിക്കുന്ന ആ ഒരു ഇല്ലുണ്ടായതാണ് അവന്. പക്ഷേ മാഷാ അല്ലാഹ്, ഇതുവരെ അല്ലാഹ് ഇത്രയിലോനെ ഇതാക്കി തന്ന്. പിന്നെ അത്രത്തോളം ഇതാക്കിയിരുന്ന അവന് ഇതും കൊടുത്തിട്ടുണ്ട്. അതിന് സ്പീച്ച് ഞാൻ 3 വയസ്സ് തൊട്ടേ മാർത്തോമയിൽ കൊണ്ടുപോകാൻ തുടങ്ങിയതിന് കാസർഗോഡ്. പക്ഷെ അവനെന്ത് ചെയ്താലും ഈ ഫിക്സ് വരുമ്പോൾ മറക്കുന്നു. അപ്പോൾ അവർ തെറാപ്പിസ്റ്റും അങ്ങനെ നമ്മളോട് പറഞ്ഞത്, അവനെന്ത് ചെയ്തെങ്കിലും അതപ്പം തന്നെ മറന്നു പോകും ഫിക്സ് വരുമ്പോൾ. തെറാപ്പിക്ക് കൊണ്ടെങ്കിലും അപ്പം തന്നെ ഫിക്സ് വന്ന് അവൻ ഉറങ്ങും. ഫിക്സ് വന്നില്ലെങ്കിൽ അവന് ഭയങ്കര കരച്ചിൽ, അങ്ങനത്തെ എല്ലാം ഒരു ഇതിലുണ്ടായതാണ് എൻ്റെ മോന്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ അൽഹംദുലില്ലാഹ് അവൻ്റെ 7 വയസ്സിൽ സർജറി കഴിഞ്ഞതിന് ശേഷം 2-3 പ്രാവശ്യം ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെഡിസിന് കൊടുക്കുന്ന തന്നെ ഉണ്ട്. ഏകദേശം എനിക്ക് 25 മില്ലിൻ്റെതാണ് കൊടുത്തുകൊണ്ടായത്. രാവിലെയും രാത്രിയും കൊടുത്തുകൊണ്ടായി. രാവിലെ 10 രാത്രി 25 അങ്ങനെ 25 അങ്ങനെ കൊടുത്തുകൊണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ കുറച്ചിട്ട് രാത്രി മാത്രം 10 കൊടുക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് അത് വലിയൊരു ഇതാണ് എനിക്ക്. പക്ഷെ അടുത്ത മാസം അവന് EG എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ നമ്മൾ പാലക്കാട് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നുണ്ടത്, അവൈറ്റസ് ഹോസ്പിറ്റലിൽ. മുമ്പ് കസ്തൂർബ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ട് അതേ ഡോക്ടർ തന്നെ അവരിപ്പോൾ അമൃതയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഡോക്ടറെ അവിടെ അടുത്തേക്ക് തന്നെ നമ്മൾ പോകുന്നുണ്ട്. വേറൊരു ഡോക്ടറെ കാട്ടിക്കുന്നില്ല. കാരണം എനിക്ക് ഈ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് എൻ്റെ മോൻ്റെ പകുതിയോളം അസുഖം മാറിയതും. അള്ളാഹുവിന് കഴിച്ചാൽ പിന്നെ ഡോക്ടറൊന്നുമില്ല, ആ വരിയിലാണ് എൻ്റെ മോനിക്ക്. എനിക്ക് ഭയങ്കര സമാധാനമാണ് ഡോക്ടറെ കണ്ടതിന് ശേഷം. കാരണം അവൻ്റെ ഫിക്സ് മാറിയില്ല എന്ന് വിചാരിച്ച വരിയിലാണ്. ആ ഡോക്ടർ ഒറ്റ നിർബന്ധക്കാരനാണ് നമ്മൾ സർജറി ചെയ്തത്. കാരണം ചെറിയ കുട്ടി, 7 വയസ്സല്ലായ കുട്ടീനെ സർജറി ചെയ്യുമ്പോൾ അവന് ഓൾറെഡി സ്പീച്ചില്ല. അപ്പോൾ ഒന്നെങ്കിൽ കൈക്കോ കാൽക്കോ അംഗവൈകല്യം സംഭവിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതുവരെ എത്തി മാഷാ അല്ലാഹ് സർജറിക്ക് അവനൊന്നും സംഭവിച്ചിട്ട് അൽഹംദുലില്ലാഹ്.
പിന്നെ ഇപ്പോൾ സംസാരിക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ സങ്കടം. വെച്ചാൽ ആദ്യമൊക്കെ സംസാരിച്ചിട്ട് ഫുള്ള് സ്റ്റോപ്പായതാണ്. പിന്നെ അവൻ്റെ കാര്യമൊക്കെ ഏകദേശം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം അവന് മാഷാ അല്ലാഹ് ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം ഉണ്ട്. അടങ്ങിയിരിക്കുന്നുണ്ട്, ഒരിടത്തും ഇരിക്കാത്ത മോനായിരുന്നു. 13 വയസ്സ് വരെ ഒരിടത്തും ഇരുന്നിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ മോനെ. ആ ഒരിലുണ്ട ആൾ ഇതുവരെ ഇതിലെത്തിക്കാൻ പറ്റി. അതുകൊണ്ട് ഇവരെത്രത്തോളം കെയർ കൊടുക്കുന്നു അതിലായിരിക്കും മാറ്റം കിട്ടുന്നത്. പിന്നെ എനിക്ക് ഇവനെ കൂടാതെ വേറെ 2 മക്കളുണ്ട്. ഇവൻ്റെ ഇളയതൊരു മോളും അവൻ്റെ ഇളയതൊരു മോനും. അവർ എനിക്ക് 1 വയസ്സും 7 മാസം ആകുമ്പോഴേക്ക് മോളെ പ്രസവിച്ച, മോൾക്ക് 2 വയസ്സാകുമ്പോൾ ചെറിയ മോനും. അപ്പോൾ ഇവർ ആ ഏജിൽ അത്രയേ ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ അവരൊന്നിച്ചിട്ട് തന്നെ ഒരേയിൽ വളർന്നുകൊണ്ട് അവർക്ക് മറ്റുള്ള അവർ 2 പേരും എന്ത് ചെയ്യുന്ന അതേപോലെ മോനിങ്ങനെ കുറച്ചൊക്കെ ഇതാക്കാൻ തുടങ്ങി, ചിരിക്കാനും ഇതാക്കാനെല്ലാം. പിന്നെ അവരായിട്ട് നല്ല സപ്പോർട്ടായിരുന്നു മക്കൾ 2 പേരും. പിന്നെ മാർത്തോമയിൽ സ്പീച്ചിന് കൊണ്ടുപോയാലും അവന് ജനലിൻ്റെ മീത്ത് കയറുന്ന അങ്ങനെയൊക്കെ ഇരിക്കുന്നില്ലല്ലോ. CP ചെയർ വെച്ചിട്ട് ചെയ്തുകൊണ്ടതിന് ആദ്യം അതിൻ്റെ ഇടയിൽ നിന്ന് ഇവരെ ചാടിപ്പോവും. ഞാനും എൻ്റെ മോനും ഒത്തുള്ള ജേണി.